അതൊരു ഇത് എൻ്റെ മുതൽ വിൽക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് നോക്കൂലി തരണ്ടോ? നീ അധ്വാനിച്ച മുതലൊന്നും അല്ല, അത് ഓർക്കണം. വഴി കിടന്ന് കിട്ടിയതല്ലേ അല്ലേ? തിരക്കുള്ള ജംഗ്ഷനിൽ അത് വാരി എടുത്ത പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇച്ചിരി റിസ്ക് എടുത്തിട്ടുണ്ട്. ശരി, അതുകൊണ്ട് മച്ചമ്മ എൻ്റെ ചോരയായോണ്ട് 70 എനിക്ക് മതി, 30 എടുത്തു. 70 നിനക്ക് 30 എനിക്ക്. ആ ഡീൽ. വേണ്ടടേ, ഞാൻ പറഞ്ഞാണെങ്കിൽ പറ്റുമോ? 50-50 പറ്റുമോ നിനക്ക്? പറ്റത്തില്ല, അത് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. ഓ ശരി, എന്നാൽ ഞാൻ പള്ളി പറയണതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്നിടത്ത് എല്ലായിടത്തും പറയാം, വീട്ടുകാരുടെ. അങ്ങനെയാണ് എല്ലാവരും ഉള്ളൂ. എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിനക്ക് സ്വർണം കിട്ടിയ കാര്യം നീ പോയി പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞാലേ വിശ്വസിക്കില്ല, അത് ഞാൻ പറഞ്ഞിട്ട് വരാം. അത് പറയുന്നതിന് തൊട്ടത്ത് ഇതൂടെ പറഞ്ഞോ. സൊസൈറ്റിയിൽ നിന്ന് പൈസ എടുത്ത് തിരിച്ചു മറിച്ച് ഉടനെ തന്നെ 50,000 രൂപ അക്കൗണ്ടിൽ കൊണ്ടിടണം. കമോൺ ബേബേ, സിറ്റ്. നിന്റെ അടുത്ത് ഇതാര് പറഞ്ഞു? ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് സത്യമാണ്. മച്ചമ്മ വേണമെങ്കിൽ സ്വർണം കൂടെ കൊണ്ടുപോയി സ്റ്റേഷനിലും എവിടെയാണെന്ന് വെച്ചാൽ കൊടുക്കും. ഇക്കാര്യം ഞാൻ പറയും. തങ്കം ചേട്ടത്തെറിയും കനകമച്ചമ്പ് അറിയും, അപ്പുക്കുട്ട സാറ് ജനങ്ങളറിയും, വാർത്തയാവും. ഒരു കാര്യം ചെയ്യും, സ്വർണത്തിൽ നിന്ന് എനിക്കൊരു പൈസയും വേണ്ട, 100% നീ എടുത്തു. അതല്ല 10% അത് മേടിക്കണം. എനിക്ക് വേണ്ട. അല്ല വീട്ടിൽ എനിക്ക് വേണ്ട. അങ്ങനെ നന്ദി കേട്ടാനല്ല, എനിക്ക് വേണ്ട. കണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ഇരിക്കില്ലേ സ്വർണം, അതിൻ്റെ യഥാർത്ഥ അവകാശി അവിടെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ, അത് സ്വർണ്ണമല്ല, അത് മുക്ക് കൊണ്ടുപോകണം. ആ തമ്പിയുടെ നാടക സമിതിയിൽ അവരെ നായികയ്ക്ക് ഇടാനുള്ള ആവരണമാണ്, അത് കളഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അവർ സുലുങ്ങോട്ട് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാനിത് കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടിടണം, അത് പുറകെ നോക്കി നിന്ന് തപ്പിയെടുത്തത് സ്വന്തമായിട്ട്. എടാ, എന്നാൽ പിന്നെ നീ കൊണ്ടുപോയി വിൽക്കും. എടാ, അവരവിടെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ മുക്ക് കൊണ്ട് നീ അവർക്ക് കൊണ്ട് കൊടുത്താൽ അത് എനിക്ക് തരണ്ട, ആ സുലുവിന് കൊണ്ട് കൊടുക്കുക. അവരിത് അവിടെ കരഞ്ഞുകൊണ്ട് വരണം അവരപ്പം. എടാ, സ്വർണ്ണവും മറ്റേ മുക്ക് കൊണ്ടും കണ്ട തിരിച്ചറിയണം. നീയാണ് അത് കണ്ട അത്ര ഒറിജിനായിട്ട് ബാധ്യതകൾ കിടക്കുന്നത്. ഞാൻ കുറച്ച് കാട് കയറി എന്തിനിങ്ങനെ എന്നെ കൂടെ കൊതിപ്പിക്കും. കൊണ്ടാ സുലുവിന് കൊണ്ട് കൊടുക്കും, വെറുതെ ഇല്ല അത് വെച്ചിട്ട് മനക്കോട്ട കിട്ടണ്ട. അങ്ങനെ മച്ചപ്പെടാൻ എന്തിന് ഞാൻ എന്തിനു പറഞ്ഞു? ഞാൻ എന്തായാലും തുലിച്ചേച്ചി കൊണ്ട് കൊടുക്കും. സ്വാഭാവികമായിട്ട് തുലിച്ചേച്ചിയുടെ വായും തങ്കഞ്ചേട്ടത്തി അറിയും. അത് പിന്നെ ഒരു നാണക്കേട്. മച്ചമ്പി പറയുന്നത് ആരോടും പറയണ്ട, അവന് വഴി കിടന്ന് കിട്ടിയാൽ അറിഞ്ഞപ്പിഞ്ഞ് കൊണ്ടുവരും. എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ അങ്ങോട്ട് കൊടുക്കണം. നീ എടുത്താലേ നിനക്ക് കിട്ടിയ മുതൽ നീ കിട്ടിയാൽ നീ കൊണ്ട് കൊടുക്കണം. അതല്ല, ഞാൻ സ്വർണം പറയുന്നതിന്റെ കൂട്ടത്തിലേ നാക്ക് ലൈസൻസ് ഇല്ലാത്തോണ്ട് അറിയാതെ മറ്റേ തിരുമലയുടെ കാശ് എന്തോന്നിടേ ഇത്? എന്താ വാ, ഞാൻ വഴി കിടക്കണ സാധനങ്ങളൊക്കെ എടുക്കണം എന്തിനാണ്? പിന്നെ ഈ സൊസൈറ്റിയുടെ കാര്യം നിന്നോട് ആര് പറഞ്ഞത്? ഞാനറിയാം. അതൊന്നും ആരോടും അങ്ങനെ പറയണ്ട കേട്ടാ, വെറുതെ അന്നും പറഞ്ഞു. ഇത് ആരോടും പറയണ്ട കേട്ടോ. ഇല്ല വാ. തമ്പി ചേട്ടാ, ഞാൻ എല്ലായിടവും നോക്കി, ഇവിടെ എങ്ങും ഇല്ല. ഇനി ബാഗ് ഒന്നും കൂടെ നോക്കിയാണ് തമ്പി ചേട്ടൻ. ഓ ശരി. എന്തായി സുലു? ഓ ഒന്നും ആയില്ല, എന്നെ ഇട്ട് മെനക്കെടുത്തിക്കുക. ഞാൻ ഇവിടെ എല്ലായിടവും നോക്കി, എങ്ങും കാണാനില്ല. ഓ മുക്ക് കൊണ്ട്, അല്ലാതെ പിന്നെ നായികക്ക് സ്വർണ്ണാത്തത് ഭാഗ്യല്ലേ? ആർക്കെങ്കിലും കിട്ടിയൊക്കെ സ്വർണം കൊണ്ടുപോയി ഇന്നത്തെ വിലയൊക്കെ ഒന്നും ഇടത്തില്ലല്ലോ. ഇത് പിന്നെ നായികക്ക് ഇടാവുള്ളൂ. എന്തൊക്കെ ഉണ്ടായിരുന്നു? കമ്മല്, മാല, മോതിരം, വള. ആ നായികക്ക് ഇടാനുള്ള എല്ലാം ഉണ്ടായിരുന്നു. ഹലോ, നല്ല ആളി തന്നെ. ഓ ശരി, എന്നെ ഇട്ട് മെനക്കെടുത്തിച്ചത് മിച്ചം. ഓ നിങ്ങളങ്ങോട്ട് വരി. ഓ ശരി എന്നാ. സുലു കിട്ടി. തമ്പിച്ചേട്ടൻ കൊണ്ടുപോയ ബാഗില്ലേ, അതിന്റെ അകത്തൊരു ചെറിയ ബാഗ് ഉണ്ടായിരുന്നു. അതിന്റെ അകത്തിരുന്നു. ഇപ്പൊ തമ്പിച്ചേട്ടൻ വിളിച്ചിരുന്നു.